الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ ബഖറ 147-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അൽ ഹഖ്ഖു മിൻ റബ്ബിക്, നബിയെ താങ്കളുടെ റബ്ബിങ്കൽ നിന്നുള്ളതാണ് യാഥാർത്ഥ്യം, സത്യം. താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് അവതരിച്ചതാണ് സത്യം. അല്ലാതെ യഹൂദ ക്രൈസ്തവർ ജൽപ്പിക്കുന്നത് പോലെയല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, അതുകൊണ്ട് നീ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അതായത് സംശയമുള്ളവരുടെ കൂട്ടത്തിൽ പെടരുത്. സംശയം ജനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത്. നീ ഇസ്ലാം ദീനിന്റെ യഥാർത്ഥ പാതയിൽ ഉറച്ചു നിൽക്കണം, അതിന് വഴികാട്ടിയാകണം എന്നൊക്കെയാണ് ആ ആയത്തിന്റെ ചുരുക്കം. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ നിങ്ങൾ. വലികുല്ലി വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ, വലികുല്ലി, എല്ലാവർക്കുമുണ്ട്, വിജ്ഹത്തുൻ, അവർക്കൊരു അഭിമുഖ സ്ഥാനമുണ്ട്. അതായത് അവർക്ക് അഭിമുഖീകരിച്ച് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥാനം എല്ലാവർക്കുമുണ്ട്. അവർ അതിലേക്ക് തിരിയുന്നു. ഫസ്തബിഖുൽ ഖൈറാത്ത്, അതിനാൽ നിങ്ങൾ നന്മയിലേക്ക് മുന്നേറുവീൻ. ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമുള്ള സ്ഥിരപ്പെട്ട എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് മുന്നേറുവീൻ എന്നാണ് അതിന്റെ അർത്ഥം. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യഹ്തിബികുമുല്ലാഹു ജമീഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നതാണ്. അശ്റിന്റെ മൈതാനിയിൽ ഈ ഇഹലോക ജീവിതത്തിന് ശേഷം പരലോക ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അല്ലാഹു നിങ്ങളെ മുഴുവനായും ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും സാധിക്കാത്തതില്ല, വളരെ എളുപ്പം അല്ലാഹു തആല അതൊക്കെ ചെയ്യും. അല്ലാഹു അതിനൊക്കെ കഴിവുള്ളവനാണ്, ഖാദിറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിനെ സംഹരിക്കുന്നത്. സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.